വോക്കിംഗ് ടെമ്പ തിയേറ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ നാടകമായ വീട്ടിലെ മാവേലി അഥവാ മാവേലി ഹോം കമ്മിങ്ങിന്റെ വമ്പൻ വിജയത്തിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്കായി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ 11ാമത് നാടകം വാ നമുക്ക് അകത്തേക്ക് പോകാം. കദളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ കഥകളുറങ്ങുമീ മണ്ണിന്റെ മണിമുത്തേ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ. കതിർമണികൾ കനികളും നേദിക്കാം പോരൂ തത്തേ. ഇത് മാമംഗലത്ത് ഗംഗാധരമേനോൻ സ്കൂളിൽ കണക്ക് മാഷായിരുന്നു. അവസാനം SI ആയിട്ട് റിട്ടയർഡായി. നാട്ടിൽ വിശ്രമ ജീവിതം. പഴയ ഒരു ഫുട്ബോൾ മാന്ത്രികൻ, പാവങ്ങളുടെ പെലെ, സർവകലാ വല്ലഭൻ. ഇപ്പോ മകന്റെയും മകളുടെയും കൊച്ചുമക്കളുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ അമേരിക്കയിൽ അല്പ ദിവസം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് പരിചയം കാണും. സംശയിക്കണ്ട, പുള്ളി എല്ലാ പ്രോഗ്രാമിലും വരും. ചായ. ചായയോ? അല്ല ചായ. ഓ ചായ. ഇങ്ങ് തന്നേക്കോ മോളെ. ഇത് രോഹിണി നായർ. മുൻപ് നാട്ടിൽ ബാങ്ക് മാനേജർ. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, താല്പര്യമില്ല. യൂട്യൂബിൽ റീലുകൾ ഇടുന്നു, ലൈക്ക് എണ്ണി ജീവിതം മുന്നോട്ട് നീക്കുന്നു. ഇന്നലെ ചെയ്ത 2 വീഡിയോയ്ക്ക് വ്യൂ കുറഞ്ഞു പോയതിന്റെ പേരിൽ മക്കൾക്ക് രാവിലെ 1 പീസ് ബ്രെഡ്, 1 സിംഗിൾ ഓംലെറ്റ്. ഭർത്താവ് ശ്രീജേഷ് മേനോൻ മിക്കവാറും ഇന്ന് പട്ടിണിയാവും. അമ്മ എണീറ്റില്ലേ അച്ഛാ? ഭാനു രാവിലെ എഴുന്നേറ്റ് വന്നില്ലേ? അല്ല, മോള് കണ്ടില്ല അയാളെ? ഞാൻ കണ്ടില്ല. നാട്ടിലെ ഓർമ്മ വെച്ച് വല്ല അമ്പലവും തപ്പിപ്പോയോ? അമേരിക്കയിൽ അമ്പലമോ? സില്ലി ഗേൾ. അയാൾക്ക് അമ്പലം, ഉത്സവം, കുരുതൊടൽ എന്നൊക്കെ കേട്ടാ പിന്നെ ചക്കക്കൂട്ടാൻ കിട്ടിയ കുട്ടികളുടെ അവസ്ഥയാ. മോളെ, പിന്നെ ഒന്ന് പോയി നോക്കിക്കോളൂ. വല്ല മാങ്ങിയോ പുളിയോ ഒക്കെ കൈക്കലാക്കാൻ. അടുത്തുള്ള സാഹിബിന്റെ പറമ്പിലെങ്ങാനും ചെന്ന് കയറാനും വഴിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. വെളിയിൽ ഏതോ പട്ടി ഒരുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ പട്ടി ഓടിക്കുന്നത് വേറെ ആരെയുമല്ല, ഈ വീടിന് നിലവിളക്ക്, ഭാനുമതി, അധ്യാപിക, സുന്ദരി, തുമുഖ, ഉന്നത കുലജാത, തിരുവാതിര നക്ഷത്രം, അഞ്ജലി, 2 ചുയരം. ബാധ്യതകളൊന്നുമില്ല. അനുയോജ്യരായ യുവാക്കളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കും. പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി. റിട്ടയർഡ് അധ്യാപിക, കരുത്ത കൃഷ്ണഭക്ത, കുലീന. തൽക്കാലം വിവാഹം ആലോചിക്കുന്നില്ല. എന്താമേ, എന്തു പറ്റി? പണ്ടാര പട്ടി എന്നിപ്പോ കടിച്ചു കൊന്നേനെ. ബാനു, കൺട്രോൾ. ഭാഷയിലൊന്നും ശ്രദ്ധിക്കൂ. അപ്പുറത്തെ വീട്ടിലെ ശുനകന്മാർ എന്നെ ധ്വംസിക്കാൻ ശ്രമിച്ചു. നോം അവിടെ പിന്നെ നിന്നില്ല, ഒറ്റ ഓട്ടം. ഇത് കൊള്ളാം. പക്ഷേ ഇത്ര കട്ടിയിൽ വേണ്ട, കുറച്ച് സിമ്പിൾ ആക്കിയാൽ ഞങ്ങൾക്ക് കൂടി മനസ്സിലാക്കാമായിരുന്നു. അതൊക്കെ പെടുമോളെ. നിനക്കറിയാമോ എന്നെനിക്കറിയില്ല. പണ്ട് ഞങ്ങൾ ഡെറാഡൂൺ വരെ പോയപ്പോൾ ഇതുപോലെ ഒരു പട്ടി ഓടിച്ചു. When I was in ഡെറാഡൂൺ. ഡെറാഡൂൺ പോലും അതിവിടെ പറയണോ? അല്ല, താനിപ്പോ എന്തേ അത്രയിടം വരെ പോയേ? ഞാൻ ആ ഉമ്മറത്തെ കാണിക്ക വഞ്ചിയിൽ നേർച്ചിടാൻ പോയതാ. അപ്പോ ഒരു നായ എന്നെ ഓടിച്ചു. ഏത്? ആ കാണുന്നതോ? അത് കാണിക്ക വഞ്ചി അല്ലമ്മേ, ലെറ്റർ ബോക്സ് ആയിരിക്കും. കണ്ട അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അമേരിക്കയിൽ കാണിക്ക വഞ്ചി? നോട്ടി ഗേൾ. ഒന്നുകിൽ ഇപ്പോൾ പോലീസ് വന്നേനെ, അല്ലെങ്കിൽ വെടികൊണ്ട് പടമായനെ. ബാനു, താനിങ്ങനെ ഓരോ മണ്ടത്തരം കാണിച്ചു കൂട്ടരുത്. ഇത് നമ്മുടെ നാടല്ല. ഒന്നെങ്കിൽ വിവരമുള്ള എന്നോടൊക്കെ ചോദിച്ചു വേണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. മോളെ, നിനക്കറിയാമോ എന്നെനിക്കറിയില്ല. പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായി ഡൽഹിയിൽ വെച്ച്. When I was in ഡൽഹി. ഹിന്ദിക്കാർ മരത്തിൽ കെട്ടിയിട്ട് തല്ലിയതാണോ? അത് ഇവിടെ പറയണോ? വേണ്ട വേണ്ട, അതൊന്നും ഇവിടെ പറയണ്ട. അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെ ഉറക്കം? ഇന്നലെ വന്നതിന്റെ ക്ഷീണം ഉണ്ടാവും അല്ലേ? ഇല്ല മോളെ, ഉറക്കമൊന്നും ശരിയായില്ല. തിരിഞ്ഞും പറഞ്ഞും കിടന്നും അടുത്തു. പിന്നെ ആ AC-യുടെ വല്ലാത്ത തണുപ്പും. അയ്യോ, AC കുറച്ച് വെക്കുന്ന കാര്യം മറന്നുപോയി. ശ്രീയോട് പറഞ്ഞ് കുറച്ച് വെക്കാം. അല്ല, പറഞ്ഞ പോലെ അവൻ ഇതുവരെ എണീറ്റില്ലേ? അവധി ദിവസം ഇങ്ങനെയാ.
വെയിൽ അടിക്കുന്നവരെ കിടന്നുറങ്ങും. ഈ അമേരിക്കക്കാരെ കൊണ്ട് തോറ്റു. ഫണ്ണി പീപ്പിൾ. അതിനിപ്പോ എന്താ ഇത്ര ചിരിക്കാൻ? അത് പോട്ടെ മോളെ, മക്കൾ എണീറ്റോ? എത്ര കാലായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ചെറുതെണീറ്റു, മറ്റവൻ ഇപ്പോഴും കട്ടിലിൽ തന്നെ. ഹായ് അപ്പൂസ്. അപ്പൂസോ? അതെങ്കിലും ഉണ്ടല്ലോ മോനെ. അപ്പൂസല്ല, അപ്പൂപ്പൻ. പറഞ്ഞേ, അപ്പൂപ്പൻ. അപ്പൂപ്പൽ. പൂപ്പലല്ല മക്കളെ, അപ്പൂപ്പൻ. അപ്പൂപ്പൻ. അത് നിങ്ങളുടെ പൂപ്പൽ പിടിച്ച പോലെ മീശ കണ്ട് പറഞ്ഞതാവും കുട്ടിയോള്. കുട്ടികൾ അങ്ങനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവനും അമ്മായും എല്ലാം ഫോണിലെ സ്ക്രീനിലല്ലേ കുട്ടികൾക്ക്. പതുക്കെ അപ്പൂപ്പനായി മാറ്റാം മക്കളെ. മക്കളെ, അപ്പൂപ്പൻ. അപ്പൂപ്പൻ. അയ്യോ, സമയം ഒരുപാടായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോട്ടെ. മോൾ അപ്പൂപ്പന്റെ കൂടെ നിന്നോ കേട്ടോ. ആ, എന്നാൽ മോള് അകത്തേക്ക് പോകൂ. അച്ഛാ, ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം? ഓ ശരിയാ, ഇത്തവണ അകത്തേക്ക് പോകൂ വേണ്ട, അടുക്കളയ്ക്ക് ചെല്ലൂ. അവനെ പോയി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ മറക്കണ്ട. മക്കൾ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫ്രണ്ട്സ് ഒക്കെ ഹാപ്പി അല്ലേ? ആ പിന്നെ ഊണൊക്കെ എവിടെ വരെ ആയി മക്കളെ? ഓണം. What is that? ഓണം എന്ന് മോൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ തവണ തറവാട് വീട്ടിൽ വന്നത് മറന്നോ? തറ. കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. യെസ് മോളെ, തറ. വാട്ടുടു. ശിവ ശിവ. ദേ, നിങ്ങൾ എന്നെ പട്ടി ഓടിച്ചപ്പോ തുടങ്ങിയ കോമഡിയാണ് കേട്ടോ. മതി, നിർത്തിക്കോ. ഓ ശരി, ആ കണ്ടിന്യൂ. മക്കൾക്ക് നാട്ടിലെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? അപ്പൊ അപ്പൂപ്പൻ ഒരു കഥ പറഞ്ഞു തന്നില്ലേ? Yes, you mean the story of the king with the big mustache and tummy? ഓ അപ്പോ മോന് ഓർമ്മ ഉണ്ട് അല്ലേ? Yes, I know the belly with the kiridam. അന്ന് പറഞ്ഞ കഥയൊക്കെ മോന് ഓർമ്മയുണ്ടോ? Yes. Yes. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. He was a very kind ruler. ആ രാജാവിന്റെ പേര് മഹാബലി എന്നായിരുന്നു. മഹാബലിയുടെ രാജ്യത്തിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. No castle, no religion. മക്കളെ, മലയാളം. എല്ലാവരും ഈക്വൽ ആയിട്ട് ഒരു പ്ലേസ്. അവർക്ക് കള്ളന്മാർ ഇല്ലായിരുന്നു, അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടായിരുന്നു. Poverty illa, crime illa. A happy place to live is Kerala. ആ, നീ എണീറ്റോ മോനെ? ചായ എടുക്കട്ടെ? അല്ല, ഒരു മിനിറ്റ്, എനിക്ക് വോയിസ് ഓവർ ഇല്ലേ? സോറി, ഇത് ശ്രീജേഷ് മേനോൻ, അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഫോട്ടോഗ്രാഫർ. എടുക്കുന്ന ഒരു ഫോട്ടോയും ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. വരാവുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ പുള്ളി എത്തിയിരിക്കും. അയ്യോ പാവട. വേണ്ടിയിരുന്നില്ല, ചോദിച്ചു വാങ്ങി. എന്നാൽ രോഹു ബാത്റൂമിൽ പല്ല് തേക്കാൻ കയറി ഇരിപ്പുണ്ട്. പോയി അവളോട് കഥയിൽ മുട്ടാം. മോനെ, സ്നേഹമുള്ളതുകൊണ്ട് പറയാ, കഥകിൽ മുട്ടുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കലികാലമാണ് മോനെ, കലികാലം. നീ വാർത്തയൊക്കെ വായിക്കുന്നില്ലേ? ഓഹോ, എന്നാൽ ഇന്ന് തൽക്കാലം പല്ല് തേക്കണ്ട, വെറുത്തു പോയി. എന്റെ അമ്മേ, മാക്ക പ്രൊഡ്യൂസർ ദൈവങ്ങളെ. പണ്ട് ഈ മനുഷ്യൻ സിനിമ, നാടകം എന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. എന്റെ ഹേമേ, കാത്തോണേ. കൊച്ചു കള്ളൻ. അല്ല, നമ്മളിപ്പോ എവിടെയാ നിർത്തിയത്? ഓണം. ഓണത്തെ പറ്റി നിങ്ങൾക്ക് അറിയുമോ? ഇവിടെ ഓണമൊക്കെ ഉണ്ടോ മക്കളെ? Yes, ഉണ്ട്. Amma cooks a lot of food and Acha's friends like Bilary uncle and Jairaj uncle finishes it. ആ അച്ഛാ, ശ്രീയുടെ 1-2 ഫ്രണ്ട്സ് ഉണ്ടാവും ഇത്തവണ ഓണത്തിന്. അവര് കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഓണക്കളി, വള്ളംകളി ഒക്കെ ഉണ്ടാവും അല്ലേ ഇവിടെ? വള്ളമില്ല അച്ഛാ, വെള്ളമുണ്ട്. ഡാ, വല്ലതും പറഞ്ഞോ? മാവേലി വരുന്നുണ്ട് എന്നാ പറഞ്ഞേ. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാ ഞാൻ പോയി ഊഞ്ഞാല് കിട്ടാൻ വല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കാം. ഞാൻ പോയി കഴിക്കട്ടെ, വിശക്കുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ആദ്യം നിങ്ങൾ പോയി പല്ല് തേക്കുക, അച്ഛൻ പോയി ഊഞ്ഞാല് കെട്ടുക, അമ്മ പോയി ചായ എടുത്തു കുടിക്കുക. പൊടി. അപ്പൊ ഞങ്ങളോ അമ്മേ? നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൂപ്പനും അമ്മൂമ്മയും ഇന്ന് വീട്ടിൽ തനിച്ചേ ഉള്ളൂ. മക്കളെല്ലാവരും ജോലിക്ക് പോയി, കുട്ടികൾ സ്കൂളിലും. ഇന്ന് അവിടെ എന്ത് സംഭവിക്കും? അപ്പൂപ്പൻ മുണ്ടെടുത്ത് ടാർഗറ്റിൽ പോകുമോ? അമ്മൂമ്മയ്ക്ക് ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ പറ്റുമോ? അതോ ഇന്ന് സ്മോക്ക് അലാം അടിച്ച് ഫയർഫോഴ്സ് വരേണ്ടി വരുമോ? പ്രേക്ഷകരെ മുൾമുലയിൽ നിർത്തിക്കൊണ്ട്
തുടർന്ന് കാണുക. വാ നമുക്ക് അകത്തേക്ക് പോകാം. ഇന്ന് അല്പം ചൂടുള്ളതുപോലെ. ആ ശരിയാണ്, ഇന്ന് അല്പം ചൂടുണ്ട്. നാട്ടിലെ പോലെ വെയിൽ കാണുമ്പോ എന്താല്ലേ ഒരു സന്തോഷം. ശരിയാ, ഓണം ഇന്ന് എത്തി. പറഞ്ഞതുപോലെ നാളെ ഇവിടെ ഓണമാണല്ലോ അല്ലേ? ഇന്ന് നാട്ടിലോണം. ആ ഇവിടെ ഉത്രാടം. ഉത്രാടപ്പാച്ചിൽ തുടങ്ങാറായോ ഭാനു? മോൾ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞാ പോയത്. വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചുണ്ടാക്കാമെന്ന്. എന്നാലും സമയം കിട്ടുമ്പോ കുറച്ചൊക്കെ ചെയ്തു വെക്കാം. ഞാൻ രാവിലെ കുറച്ച് പച്ചടി ഉണ്ടാക്കി, അവിയലിന് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ ഈ സമയത്ത്? കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായില്ലല്ലോ. ശരിയാണല്ലോ, ആരായിരിക്കും? ഇനി വല്ല പിരിവുകാരുമായിരിക്കുമോ? അമേരിക്കയിൽ പിരിവോ? ഇലക്ഷൻ അല്ലേ, അപ്പോ പിരിവ് കാണാതിരിക്കില്ല. പിരിവില്ലാതെ എവിടെയെങ്കിലും ഇലക്ഷൻ നടന്നതായി കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കൂ. എനിക്കത് പറയാനുള്ള ഇംഗ്ലീഷ് ഒന്നും വശമില്ല. പോയി മോൻ ആൻഡ് മോൾ നോ കം അഗൈൻ എന്ന് പറഞ്ഞാ മതി. ഇംഗ്ലീഷ് ഒന്നും വേണ്ടി വന്നില്ല. പിരിവൊന്നുമല്ല, 2 കുട്ടിയോളാണ്, അതും മലയാളികള്. എന്തോ പൈപ്പ് നന്നാക്കാൻ വന്നതാന്നാ പറഞ്ഞത്. പൈപ്പോ? അല്ല, നിങ്ങൾ ആരാ? ഞാൻ ഇന്ദുചൂടൻ. 16 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പ്ലംബിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്നു. ചില പൈപ്പുകൾ പൊട്ടിക്കാനും ചിലതൊട്ടിച്ച് ശരിയാക്കാനും. ഇവിടെ പൈപ്പിനെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. By the way, ഞാൻ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാര. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game playing this in the case of a manipulator. A plumbing officer is supposed to be the watchdog of the justice and the servant of the society. But instead, you behave like a barking mad dog, wreak vengeance against your family and enemy. സോറി സാർ, വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി. ഇവിടെ പൈപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ അറിവിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മക്കളൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? അതാണ് സാർ, ഇന്ന് രാവിലെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു പുതിയ മെഷീൻ വെച്ച്. ആ മെഷീൻ എവിടെ പ്രശ്നം ഉണ്ടായാലും ഞങ്ങളോട് പറയും. ദേ ആ വീട്ടിൽ പ്രശ്നമുണ്ട്, ദേ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ആദ്യം ആ മെഷീൻ കണ്ടുപിടിച്ചത് സാറിന്റെ വീടാണ്. മാഡം. ഹോ, ഈ അമേരിക്കയിൽ ഒരു വളർച്ചയെ. പൈപ്പ് പൊട്ടിയാൽ പറയാൻ മെഷീൻ, പാട്ട് പാടാൻ പറഞ്ഞാൽ പാടാൻ മെഷീൻ, ലൈറ്റ് ഓൺ ആക്കാൻ പറഞ്ഞാല് ചെയ്യാൻ മെഷീൻ. ഹായ് അലാസ്ക. ഭാനു, അലക്സ. ആ ഹായ് അലക്സ. Sure, I'm always happy to make new friends. ഹോ, ഈ വീട്ടിൽ ഒരു കാര്യം പറയാൻ പറ്റില്ല. അല്ല മക്കളെ, നിങ്ങൾ 2 പേരുടെയും മുഖത്ത് ഒരുപോലെ മറുക്. അത് മാഡം, ഞങ്ങളുടെ മറുകുള്ളവരെ മാത്രമേ ജോലിക്കെടുക്കാറുള്ളൂ. അപ്പോ മാഡം, ജഗളുടെ ജോലിയിലേക്ക് കടക്കട്ടെ. അതിനു മുമ്പ് കുറച്ച് ചോദ്യങ്ങളുണ്ട് സാർ. Some very simple, complicated questions. ഈ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളെ പറ്റി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? അത് ഈ പൈപ്പൊക്കെ നന്നാക്കുമ്പോ പൊട്ടി വല്ലവും വെള്ളം പുറത്തു വന്ന് സുനാമി പോലെ വന്നാൽ വെള്ളം ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങോട്ട് ഒഴുകി പോകാനാണ് ചാൻസ് എന്ന് കണ്ടുപിടിക്കാനാണ് സാർ. സാർ, അത് കിഴക്കോട്ട് ഒഴുകിയാൽ നമുക്ക് അറ്റ്ലാന്റിക് ഓഷനിൽ കാത്തു നിൽക്കുന്ന ടീമിനെ ഉടൻ അറിയിക്കാം. അഥവാ പടിഞ്ഞാറ് ഒഴുകിയാൽ ഉടൻ നമ്മുടെ പടിഞ്ഞാറിലെ രാഘവൻ ചേട്ടനെ വിളിച്ചു പറയാം. രാഘവനോ? രാഘവനല്ല സാർ, മിഷിഗൻ ലേക്കിൽ കാത്തതിക്കുന്ന റാക്കൂൺ. 100% സായിപ്പായി ജനിച്ച് സായിപ്പായി ജീവിക്കുന്ന ഒരു കാലിക്കട്ടുകാരൻ. കാലിക്കട്ടോ? കാലിക്കറ്റല്ല, കനഡിക്കറ്റ്. അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. കേട്ടിട്ടില്ല അല്ലേ? ഓ, കണക്റ്റിക്കട്ട്. കേട്ടിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഇത് തെക്കോട്ട് ഒഴുകിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവര് നമ്മുടെ തെക്കോട്ട് എടുക്കാനെന്ന് തോന്നുന്നു ആശാനെ. എന്താ? തെക്കും വടക്കും ഞങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ആണ് സാർ. അവിടെ നമ്മുടെ ഹെലികോപ്റ്റർ ടീം ഈ വാട്ടർ ഫോളോ ചെയ്ത് പസഫിക് ഓഷ്യനിലോ ഗൾഫ് ഓഫ് മെക്സിക്കോയിലോ ഇട്ടുപൂട്ടും സാർ. ഞങ്ങളുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എത്ര വില കൊടുത്തും കൈക്കലാക്കിയിരിക്കും സാർ. എന്ത് വില കൊടുത്തും മാഡം? ഞങ്ങൾ ചോദ്യം തുടരട്ടെ. ഈ സ്വർണം പോലെയുള്ള ഐറ്റംസ്
എവിടെയാണ് സാർ നിങ്ങൾ വച്ചിരിക്കുന്നത്? അതെനിക്ക് തോന്നുന്നത് അകത്തെ അലമാരിയിലുണ്ട്. രത്നങ്ങളോ? അത് അലമാരിയിലെ 3ാമത്തെ ബോക്സിലാണെന്ന് തോന്നുന്നു. കിരീടം? കിരീടല്ല, ഭരതകം പതിപ്പിച്ച തൊപ്പി. അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. വിലപിടിപ്പുള്ള ബാഗ്, സോപ്പ്, ചീപ്പ്, കണ്ണട? അത് മുകളിലെ നിലയിലുണ്ട്. എന്നാൽ ജഗളുടെ പടിയിലേക്ക് കിടക്കട്ടെ, നിങ്ങൾ വിശ്രമിച്ചോളൂ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക? അത് ഞങ്ങൾ ചെയ്യാൻ വന്ന ജോലിക്ക് തടസ്സമാകാൻ ചാൻസ് ഉണ്ട്. വൗ, ആത്മാർത്ഥത. നിങ്ങൾ ഇവിടെ TV കണ്ടിരുന്ന് ഉറങ്ങിക്കോളൂ. അഥവാ വല്ലതും വേണമെങ്കിൽ ഒന്ന് അകത്തേക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തു തരാം. ആ സർവീസ് ഈ പാക്കേജിന്റെ കൂടെ ഫ്രീ ആയി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ. ഇവനെന്താ പ്രാന്താണോ? അവര് ഫ്രീ എന്ന് കേട്ടാൽ പിന്നെ ഭ്രാന്താണ് സാർ. ഓഫർ എന്ന് എഴുതിയാൽ അപ്പ സാധനം വാങ്ങി വീട്ടിൽ വെക്കും സാർ. അങ്ങനെ ഒരു മാരക രോഗത്തിന് അടിമയാണ് സാർ ഇവർ. എന്ത് ചെയ്യണമെന്നറിയില്ല. പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു പ്രയോജനവുമില്ല മാഡം, ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയോ? അല്ല, എനിക്ക് ഈ സീരിയൽ ഒന്ന് കാണാമായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് പൈപ്പ് നന്നാക്കാനേ അറിയുള്ളൂ മാഡം. ചന്ദ്രമഴയിൽ അമൃതയ്ക്ക് പരസ്പരത്തിലെ ദീപ്തിയുടെ അവസ്ഥ വരുമോ എന്തോ. കഷ്ടം തന്നെ, വിധിയുടെ വിളയാട്ടം. എന്റെ പരിപ്പുട വീട്ടിലെ പത്മാവതി ദേവി കുട്ടിയോളെ കാത്തോണേ. കൃഷ്ണ, സാർ, ഒരു വെട്ടുകത്തിട്ടോ? അത് അടുക്കളയിൽ സ്റ്റൗവിന് താഴെയുണ്ട്. അമ്മേ, ഒരു കോടാലി ഉണ്ടോ എടുക്കാൻ? കട ആയിട്ട് തന്നാ മതി, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരാം. അതാ സ്റ്റോർ റൂമിൽ എങ്ങാനും ഉണ്ടാകും. സാർ, എല്ലാം കഴിഞ്ഞു സാർ. ഒരിഞ്ഞ പോരാട്ടമായിരുന്നു മാഡം. നഷ്ടമൊന്നും വന്നില്ല, കാര്യങ്ങൾ ഭംഗിയായി നടന്നു. സാധനങ്ങൾ എല്ലാം കിട്ടി. കിട്ടിയെന്നു? എന്ത് കിട്ടിയെന്ന്? അല്ല, പ്രശ്നം എവിടെയാണെന്ന് പിടികിട്ടി. എന്താ മക്കളെ ഈ ചാക്കില്? ടൂൾസ് ആണ്, ടൂൾസ്. ഒരു കാര്യം ചെയ്യും, അതൊന്ന് തുറന്നു കാണിക്കൂ, ഒന്ന് കാണട്ടെ. സാർ, എല്ലാം ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് സാർ, കണ്ടാൽ പേടിയാകും. ഭയങ്കര നാറ്റം. എന്നാൽ അധികം ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോയിക്കോളൂ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഓണ ദിവസം ഇങ്ങെത്തി. അമ്മേ, ഇത് മധുമോഹൻ, ശ്രീയുടെ ഫ്രണ്ടാണ്. ഓ, എനിക്കറിയാം. എനിക്ക് നല്ല പരിചയമുള്ള മോനല്ലേ. മോൻ എപ്പോഴും പറയും. എന്നാൽ പറ, ഞാൻ ആരാ? പണ്ട് ഞാൻ എത്രമാത്രം സീരിയൽ കണ്ടതാ. മാനസി, സ്നേഹസീമ, പിന്നെ രാഗസുധ, അങ്ങനെ എത്ര സീരിയലുകൾ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മാഷേ? മോൻ അന്ന് ഇത്ര മെലിഞ്ഞിട്ടല്ല, എത്ര നായികമാരായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇതാ മധുമോഹൻ അല്ല, വേറെ മധുമോഹൻ. അച്ഛൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. ആ മാലയൊക്കെ കണ്ടാൽ ഒരു പഴയ തറവാടിന്റെ മണം അടിക്കുന്നു. ശരിയാ, അമ്മയും മോശമല്ല, മെയ്ഡ് ഫോർ ഈച്ചത്. മക്കളെ കണ്ടില്ലേ അപ്പൂപ്പൻ മാലയൊക്കെ ഇട്ട് നിൽക്കുന്നത്? നിങ്ങൾ അകത്ത് പോയി മാലയൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ എടുത്ത് സുന്ദരനും സുന്ദരിയായിട്ട് വാ. ഇതിലൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു താല്പര്യം ഇല്ലമ്മേ. ആ, ചെല്ലു, വേഗം എടുത്തിടൂ. അല്ല മധുവിധു, എങ്ങനെ പോകുന്നു അമേരിക്കൻ ജീവിതമൊക്കെ? മധുവിധു അല്ലച്ചാ, മധുമോഹൻ. കഷ്ടപ്പാടാണച്ചാ, എല്ലാം ലോണിലാണ്. വണ്ടി ലോൺ, വീട് ലോൺ, മീൻകറി വെക്കുന്ന ചട്ടി വരെ ലോണിലാണച്ചാ. അതിപ്പോ ലോണില്ലാത്തത് ആരാണുള്ളത്? ആ പിന്നെ എങ്ങനെയുണ്ടച്ചാ അമേരിക്കൻ ജീവിതം? നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രശ്നം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല മോനെ. അമ്മയ്ക്ക് എങ്ങനെ, ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഞാൻ ഇനി പോകുന്നില്ല. നാട്ടിൽ കിടന്ന് പണിയെടുത്ത് മടുക്കും. തേങ്ങ ചിരകണം, മുറ്റടിക്കണം, പാത്രം കഴുകണം. ഇവിടെ എന്തൊരു സുഖ. എന്നാ പിന്നെ താനിവിടെ കൂടിക്കോ.
എന്നെ കിട്ടില്ല ഇവിടെ നിൽക്കാൻ. നാട്ടിൽ പോയി എന്റെ കട്ടിലിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. മാവും പ്ലാവും തെങ്ങും പിന്നെ വേലക്കാരി രമണിയും ഒക്കെ ഉള്ളിടത്തെ നമുക്കൊരു ജീവനുള്ളൂ ഭാനു. അമ്മ എന്റെ മാല കാണില്ല. നിങ്ങൾ അതും കളഞ്ഞോ? ഇതിപ്പോ എത്ര തവണയായി? ഭഗവാനെ, സ്വർണം കളഞ്ഞോ? നിങ്ങൾക്ക് ഒന്നും ഒരു സാധനം വാങ്ങിച്ചു തരാൻ പാടില്ല. അതെ, എന്റെ മോതിരം കണ്ടോ രോഹു? നിങ്ങൾ അതും കൊണ്ട് കളഞ്ഞോ? ഇവര് മാല എവിടെയോ വെച്ചു എന്നും പറഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ് അലമാരക്കുള്ളിൽ. ഇതിപ്പോ എല്ലാം കൂടി എവിടെ പോകാൻ? എല്ലായിടത്തും നോക്കിയോ മോനെ? നോക്കി അമ്മേ, ഒരിടത്തും ഇല്ല. ഇനി വല്ല കള്ളന്മാരും? മാമംഗലത്ത് വീട്ടിൽ കള്ളൻ കയറിയോ? കള്ളൻ എന്തൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണും? കള്ളന് പിടികിട്ടുമോ? അഥവാ കള്ളനെ പിടികിട്ടിയാൽ കളവ് പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുമോ? അതോ അതും ശ്രീജേഷ് മേനോന്റെ ഫോട്ടോഗ്രാഫി പോലെ എന്നേക്കുമായി എവിടെയെങ്കിലും കുഴിച്ചു പോണപ്പെടുമോ? കഥ സംഭവബഹുലമായ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. തുടർന്ന് കാണുക. വാ, നമുക്കകത്തേക്ക് പോകാം. പെണ്ണുങ്ങളായി വളർന്നോരെല്ലാം മലകളിട്ടവരായിരുന്നു. കള്ളൻ കയറിയ വീട്ടിൽ നിന്നും മലകളൊക്കെ കളവ് പോയി. തപ്പി നടന്നു മടുത്തതല്ലാതെ മാലകളൊന്നും കണ്ടതില്ല. നിർത്തണ. ഇനി നിങ്ങൾ ഇത് പാടി നടന്ന നാട് മുഴുവൻ അറിയിക്കും. അല്ല, ഇതിപ്പോ എപ്പോഴാ സംഭവിച്ചത്? എന്റെ പെട്ടിയിലിരുന്ന ആഭരണങ്ങൾ ഒന്നും കാണുന്നില്ല. ഞാൻ അഴിച്ചു വെച്ച മാലയും കാണുന്നില്ല. ഈ വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് ആരും വന്നില്ല. ഇനി ഇന്നലെ പൈപ്പ് നന്നാക്കാൻ വന്നവർ വല്ലതും? പൈപ്പ് നന്നാക്കാനോ? ആര്? അത് ഇവിടെ 2 പേര് വന്നിരുന്നു. നമ്മുടെ പൈപ്പ് ലീക്കുണ്ടെന്നും പറഞ്ഞാ വന്നത്. അവർക്ക് എന്തോ അലേർട്ട് കിട്ടി പോലും. എന്നിട്ട് അമ്മ പറഞ്ഞില്ലല്ലോ. ഞാൻ അതങ്ങ് മറന്നുപോയി മോളെ. നിങ്ങളോട് പറഞ്ഞിട്ടാ വന്നേന്നാ പറഞ്ഞേ. ആരാണവർ? അറിയില്ല മോനെ. എന്തോ പേര് പറഞ്ഞു, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ഭാനു, നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആരാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ എന്നൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ? അമ്മയ്ക്ക് ഞങ്ങളോടൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. അല്ലേലും പണ്ടേ ഞങ്ങളോട് അഭിപ്രായം ഒന്നും ചോദിക്കാറില്ലല്ലോ. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യും. ഇപ്പൊ കണ്ടോ എന്തായി എന്ന്? ഇനി ഇതിന്റെ പിറകെ നടക്കാൻ ആരുണ്ട് ഇവിടെ? ഇത് പണ്ടേ ഉള്ളതാ. ഞങ്ങളൊന്നും ഒരു വിവരം ഇല്ലാത്തവരെന്നൊരു ധാരണയാണ് അച്ഛന്. എല്ലാം സ്വന്തമായി ചെയ്യണം. ആ സ്വഭാവം കാണിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മക്കളെ, ഇവിടെ അമേരിക്കയിൽ കള്ളന്മാരുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ ഇവിടെ പുതിയതല്ലേ. പുതിയത് എല്ലാം പോയില്ലേ? മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോലീസിനെ അറിയിക്കാം. ഓണമായിട്ട് എന്താ എല്ലാവരും സങ്കടത്തിലിരിക്കുന്നത്? ഞാൻ വന്നതിന്റെ സന്തോഷം ആരുടെയും മുഖത്ത് കാണുന്നില്ലല്ലോ. അതോ എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഒന്നുമില്ല മാവേലി. എന്നാലും എന്തോ ഉണ്ടല്ലോ. അത് മാവേലി, ഞാൻ പറയാം. ഇവിടെ ഒരു കള്ളൻ കയറിയോ എന്നൊരു സംശയം. കള്ളനോ? ഇപ്പൊ അങ്ങനെ ഒരു സംശയം വരാൻ കാര്യം? ഇവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നും കാണാനില്ല മാവേലി. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇവനെയൊക്കെ വീട്ടിൽ കയറ്റുമ്പോൾ സൂക്ഷിക്കണ്ടേ മോനെ? അയ്യോ മാവേലി, ഇങ്ങേർക്ക് അത് ജന്മനാ ഉള്ളതാ. പക്ഷെ കാണുന്നത് പോലെ കള്ളനല്ല പുള്ളി. എല്ലാം പോയി മാവേലി. ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചതൊക്കെ ആ കള്ളന്മാർ കൊണ്ടുപോയി. അസംഭവ്യം. ആരാണവൻ? നമ്മുടെ പ്രജയോട് ഇത്രയ്ക്ക് ക്രൂരത കാട്ടാൻ കൽപ്പുള്ള ഒരുത്തനോ? അവനെ കണ്ടെത്തിയിട്ട് തന്നെ കാര്യം.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഭാരതീയനാണോ? അതെ പ്രഭു. ഈ കള്ളൻ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ പട്ടാമ്പി, തലശ്ശേരി, ഹരിപ്പാട്, രാമനാട്ടുകര, മാവേലിക്കര, കട്ടപ്പന തുടങ്ങിയ രാജ്യങ്ങളിൽ പെട്ടവനാണോ? സംശയമുണ്ട് പ്രഭു. സംശയമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന പോങ്ങനോട് ചോദിക്കാം. അതിപ്പോ എനിക്കും വലിയ പിടിയില്ല മാവേലി. 10 ചോദ്യങ്ങൾ കൈയിരിക്കുന്നു. ഞാൻ കടക്കുന്നു ഇവന്മാരുടെ 16 അടിയന്തരത്തിൽ. താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി മലയാളി, ബംഗാളി, നേപ്പാളി, തൊഴിലാളി, മുതലാളി, ഇതിൽപ്പെട്ട ഏതെങ്കിലും എരപ്പാളിയാണോ? അവൻ ഒരു ഉഴൈപ്പാളിയാണോ എന്നാ സംശയം. എന്റെ 28 കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മാവേലി. നിങ്ങൾക്ക് ആളെ കണ്ടാൽ തിരിച്ചറിയാമോ? കണ്ടാലറിയാം. ശരി, അവന്മാരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അവന്മാര് കണ്ടാൽ ഈ കസരയിൽ ഇരിക്കും മാവേലി. കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇരിക്കില്ല മാവേലി. ഇത്ര സീരിയസ് ആയ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ ഈ ഫലിതം വേണോ ടീച്ചറെ? ശരി, നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട. ഓണമായിട്ട് എന്റെ പ്രജകൾ സങ്കടത്തിലിരിക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ വക എന്റെ പ്രജകൾക്ക് നിങ്ങൾക്ക് ഒരു ഓണം ഗിഫ്റ്റ്. ആരെവിടെ? അയ്യോ മാവേലി, അതിന്റെ കാലിലുണ്ടായിരുന്നു, ഇപ്പൊ ഊരിപ്പോയി. എന്ത്? മാവേലി പറഞ്ഞ ആര്? നിന്റെ കാലിലുള്ള ആരല്ലടാ, വെളിയിലുള്ളവന്മാരോട്. ആരെവിടെ? ഞങ്ങളിവിടെ. നീ അവിടെ, ഞാനിവിടെ. വാ ഇവിടെ. അതൊക്കെ പോട്ടെ, ഇവന്മാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ മേനോനെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്? ഇവന്മാരാരാ? തനിക്ക് മനസ്സിലായോ ഭാനു? തെക്കേലെ ശങ്കരന്റെ കുട്ടിയോളല്ലേ? അവന്മാരല്ല. അവന്മാർക്ക് ഇത്ര കള്ളലക്ഷണമില്ല. പിന്നെ മുടിയും ഇങ്ങനെയല്ല. അല്ല അമ്മേ. വടക്കേലെ വാസുവിന്റെ? ആരുമല്ല. കിഴക്കേലെ ആരെങ്കിലും? അല്ല. പടിഞ്ഞാറ്? അല്ല. ഇനി വേറെ വല്ല ദിക്കും ബാക്കിയുണ്ടോ? ഇല്ല, ഇനി ഒരു ദിക്കും ബാക്കിയില്ല. അച്ഛാ, എല്ലാ ദിക്കും കഴിഞ്ഞു മക്കളെ, എല്ലാ ദിക്കും കഴിഞ്ഞു. നീയൊക്കെ ആരാടാ? ഞങ്ങളെ മനസ്സിലായില്ലേ അച്ഛാ? അമ്പട് ജിഞ്ചിന്റെ അക്കടി. ഇവന്മാരോ? ആരാ ചോമാര്? ഇവന്മാരാ പെരുങ്കള്ളന്മാർ. ഇവന്മാർ പണ്ട് ഞാൻ അമേരിക്കയിൽ ഓണം ആഘോഷിക്കാൻ വന്നപ്പോൾ എന്റെ കിരീടം അടിച്ചോണ്ട് പോയന്മാർ. വരുന്ന വഴി അവിടെ നിന്ന് പതുങ്ങുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. ഞാൻ ഇങ്ങ് കൂടെ കൂട്ടി. ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എവിടെയാടാ കുരുത്തം കെട്ടവന്മാരെ? ഒന്നും പോയിട്ടില്ലമ്മേ, എല്ലാം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. ടോട്ടലി സേഫ്. ബാങ്ക് ഓഫ് സരോജ് ഗോപിനാഥിൽ വെക്കുന്നത് പോലെ. നീയൊക്കെ ഞങ്ങളെ തീ തീറ്റിച്ചല്ലോടാ സാമദ്രോഹികളെ. ഇവന്റെ കയ്യിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങള് കേട്ടു. പണ്ട് ഞങ്ങളെ പറയാറില്ലേ, അത് തിരിച്ചു കിട്ടിയതായിട്ട് കരുതിയാൽ മതി. മാവേലി, ഈ കിരീടം 916 ആണോ? എന്തിനാടാ? നീയൊക്കെ എന്റെ കോണാൻ വരെ അടിച്ചോണ്ട് പോകുമല്ലേടാ? ഇല്ല മാവേലി, കിരീടം കിട്ടിയാൽ പണയം വെക്കാമായിരുന്നു. പൊക്കോണം അവന്റെ ഒരു പണയം. മാവേലി, അല്പം താമസിച്ചിരുന്നല്ലേ ശ്രീ ഞങ്ങളെ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ. നമുക്ക് പോലീസിനെ വെച്ച് ഇവന്മാരെ ഏൽപ്പിക്കാം. അത് വേണ്ട മോനെ, അവന്മാർക്കൊരു തെറ്റുപറ്റി. നിങ്ങളുടെ ഒരു സാധനങ്ങളും കളവ് പോയിട്ടില്ലല്ലോ, എല്ലാം തിരിച്ചു കിട്ടിയില്ലേ? പിന്നെ നല്ലൊരു ഓണമായിട്ട് അവന്മാരെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അവന്മാരിനിയും നല്ലവരായി ജീവിച്ചുകൊള്ളും, ഞാൻ ഗ്യാരണ്ടി. അപ്പോ പിന്നെ അച്ഛൻ ഹാപ്പി അല്ലേ? മാവേലി ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? അമ്പാനെ സോങ്ങിട്ടു. ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണ